ഓം ശാന്തി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഇന്ന് പൂത്തിരുവാതിര. പൂത്തിരുവാതിര പാർവതി പരമേശ്വരനെ പ്രീതിപ്പെടുത്താനായിട്ട് നമ്മൾ തിരുവാതിര അശ്വതി മുകൾ നാളിൽ തന്നെ തുടങ്ങുന്നതാണ്. പക്ഷെ തീർച്ചയായിട്ട് കാർത്തിക മുതൽ കാക്ക കരയുന്നതിന് മുന്നേ കുളിച്ച്, അതായത് തുടിച്ച് കുളിച്ച് പട്ടുവസ്ത്രങ്ങൾ അണിഞ്ഞ് അമ്പലത്തിൽ തൊഴുത് വ്രതം നമ്മൾ ആഘോഷിക്കാൻ തുടങ്ങുകയാണ്. അതേപോലെ മകീരത്തുനാൾ മക്കൾക്ക് വേണ്ടിയിട്ടും, അതുപോലെ തിരുവാതിര ശിവപാർവതി പ്രീതിക്ക് വേണ്ടിയിട്ടും മംഗല്യത്തിന് വേണ്ടിയിട്ടും സ്ത്രീകളാണ് കൂടുതലും തിരുവാതിര കൊണ്ടാടാറുള്ളത്. തീർച്ചയായിട്ടും നമ്മൾക്കും ഭഗവാൻ പറഞ്ഞു തരികയാണ്, പരമേശ്വരൻ്റെ പത്നി പോലെ, അഥവാ പതിക്കും പതി പരമേശ്വരൻ എന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ പരമേശ്വരനെ നമുക്ക് പതി പോലെ കിട്ടണം, അഥവാ പരമേശ്വരന് തത്തുല്യമായ പതിയെ എനിക്ക് കിട്ടണം. കാരണം പരമേശ്വരൻ്റെയും പാർവതിയുടെയും ആ ദാമ്പത്യ ബന്ധങ്ങൾ നമുക്കറിയാനറിയും. അത് സതിയുടെ ദേഹത്യാഗം കഴിഞ്ഞ്, ദക്ഷയാഗത്തിൽ ദേഹത്യാഗം കഴിഞ്ഞ് അടുത്ത സതി ജന്മമെടുത്ത് ഉമയായി, ഹിമവൻ്റെ പുത്രിയായി ഉമയായി വന്ന് വീണ്ടും ആ ശിവനെ ധ്യാനിച്ച് ശിവനെ ഉണർത്തി, ആ തപസ്സിൽ നിന്ന് ഉണർത്തി പാർവതി തൻ്റെ ഇംഗിതം മനസ്സിലാക്കി കൊടുത്ത ശേഷമാണ് പാർവതി പരമേശ്വരനായിട്ടുള്ള ബന്ധം വീണ്ടും വന്നു. അതിനനുസരിച്ച് ഈ പ്രകൃതിയിലെ എല്ലാ ദുർഘടങ്ങളായി എന്തൊക്കെയാണോ രാക്ഷസ സ്വഭാവങ്ങളോട് കൂടിയിട്ടുള്ള ആസുരീയത എല്ലാം ഹനിക്കാനായി വന്നു. ഒരു ജന്മം കൊടുക്കാൻ, ഒരു പുത്രനുണ്ടാവാൻ, പാർവതി പരമേശ്വരൻ്റെ പുത്രന് മാത്രമേ ഈ ആസുരീയ നിഗ്രഹം നടത്താൻ പറ്റൂ എന്നതുള്ളതുകൊണ്ട് സുബ്രഹ്മണ്യസ്വാമിയുടെ ജനനത്തെക്കുറിച്ച് നമുക്ക് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ സ്ത്രീകളും പതിവ്രതയായ വ്രതശുദ്ധിയോട് കൂടിയിട്ടാണ് മംഗല്യത്തിലേക്കും കടക്കേണ്ടത്. അപ്പോഴാണ് പരമേശ്വരന് തഥാ ആയിട്ടുള്ള പതി നമ്മൾക്കും കിട്ടുന്നത്. കാരണം പ്രകൃതിയുടെ ഒരു നിയമമാണ്, നമുക്ക് ഈ പ്രജനന ശേഷി, ഏറ്റവും ഉത്തമമായ സന്താനങ്ങൾ, സത്യമായും ശുദ്ധമായൊരു ജീവിതത്തിൻ്റെ അടിത്തറയിലൂടെ മാത്രമേ അതുപോലെയുള്ളൊരു നല്ല ജന്മങ്ങൾ ഈ ഭൂമിയിൽ നടക്കൂ. അതുകൊണ്ട് വ്രതശുദ്ധിയോടുകൂടി തനിക്കുണ്ടാകുന്ന പുത്രനോ പുത്രിയോ അത്രയും സത്സ്വഭാവിയായി ഈ സമൂഹത്തിനും വീടിനും കുടുംബത്തിനും എല്ലാ വിശ്വത്തിനും മുഴുവൻ ഏറ്റവും നല്ല കാര്യങ്ങൾ, ഉയർന്ന ശ്രേഷ്ഠമായ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നവരാവട്ടെ എന്നാണ് നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുന്നത്. അതുപോലെയുള്ളൊരു പതിയെ കിട്ടാനും പ്രാർത്ഥിക്കുന്നത്. അതുപോലെ ഒരു പതി ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ബാക്കി ജീവിതം പ്രകൃതിക്കനുസരിച്ച് പ്രകൃതി പുരുഷനായ പ്രകൃതീശ്വരനായ ആ പരമേശ്വരനെ നമ്മൾ ഓർമ്മിക്കുകയും ആ പാർവതിയിലൂടെ ശിവനിലേക്ക് നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ, ആവശ്യങ്ങൾ എത്തിക്കുന്നതും ഇതിന് തുല്യമാണ്. കാരണം പതി മരിച്ച് പതി മൃതതുല്യമായി കിടക്കുമ്പോൾ ആ പതിയുടെ പത്നി കരഞ്ഞ് പാർവതിയോട് വിലപിച്ചു. പാർവതിക്ക് അതിൽ മനം തൊന്ന് ശിവനോട് വീണ്ടും ആ പതിയെ ജീവിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞ് പാർവതിയുടെ ആഗ്രഹം പൂർത്തീകരണമായിട്ട് ആ ജന്മം കൊടുത്തതായി കാണുമ്പോൾ പാർവതിയും പരമേശ്വരനും തമ്മിലുള്ള ആ കൂട്ടുകെട്ടിലൂടെ നമ്മൾ നമ്മുടെയും ഇംഗിതങ്ങൾ അറിയിക്കുന്ന തരത്തിലാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ തുടിച്ചു കുളിക്കും അല്ലേ, മഞ്ഞളും നമ്മുടെ ശരീരത്തിനെ മുഴുവൻ ഭംഗിയാക്കാനും ഉത്തമമാക്കാനുമുള്ള എല്ലാ തരത്തിലും തുടിച്ചു കുളിക്കുന്നതിൻ്റെ ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുകയാണ്. കുളം അല്ലെങ്കിൽ പുഴ, ഞാൻ എന്തായാലും കുളത്തിലാണ് കുളിച്ച്. ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് അടുത്ത്. ആ കുളത്തിൽ കുളിച്ച് ക്ഷേത്രത്തിൽ തൊഴുത് നമ്മൾ വീട്ടിലേക്ക് എത്തുമ്പോൾ നമ്മൾ അമ്മയും അല്ലെങ്കിൽ ഞങ്ങളെ കൊണ്ടൊക്കെ ചെയ്യിപ്പിച്ചത്
തുടിച്ചു കുളിക്കുമ്പോൾ ഒന്നേ ഒന്നേ പോൽ ഓമനക്കുട്ടിയായി വന്ന പോലെ ഒന്നേ ഒന്നേ പോൽ ഒന്നാമനായി വളർന്നാനുണ്ണി രണ്ടേ രണ്ടേ പോൽ ഈരില്ലം പൂക്കു വളർന്നാനുണ്ണി മൂന്നേ മൂന്നേ പോൽ മുല കൊണ്ടു കംസനെ കൊന്നാനുണ്ണി നാലേ നാലേ പോൽ നാരായണനെന്നു പേരുണ്ണിക്ക് അഞ്ചേ അഞ്ചേ പോൽ അഞ്ചാളുയരത്തിലൂഞ്ഞാലിട്ടു ആറേ ആറേ പോൽ ആറാളുയരത്തിലൂഞ്ഞാലിട്ടു ഏഴേ ഏഴേ പോൽ എഴുന്നള്ളിയ മാടം തകർത്താനുണ്ണി എട്ടേ എട്ടേ പോൽ പെട്ടെന്നു കംസനെ കൊന്നാനുണ്ണി ഒമ്പതേ ഒമ്പതേ പോൽ ഗോക്കൾക്കു മോക്ഷം കൊടുത്താനുണ്ണി പത്തേ പത്തേ പോൽ ഭക്തർക്കു മോക്ഷം കൊടുത്താനുണ്ണി. ഇങ്ങനെ തുടിച്ച് കുളിച്ചിട്ട് അവസാനം തൈര് കലക്കുക. അങ്ങനെ അത് ഒരാളിപ്പോൾ ചൊല്ലും, ബാക്കി എല്ലാവരും കൂടി ആവർത്തിച്ച് തുടിച്ച് തൈര് കലക്കുമ്പോഴും നമ്മുടെ പാർവതി ശിവന് പ്രത്യക്ഷപ്പെടുന്ന ഒരു തുടക്കത്തിൻ്റെയാണ്. 3 വയസ്സായി പാർവതിക്ക് കണ്ണിൽ കവിഞ്ഞ തലമുടിയും അമ്മയുടെ മുന്നിലും ചെന്നു നിന്നു. അമ്മേ ഞാൻ പോട്ടെ താപസ്സിരിക്കാൻ, എന്തു നീനച്ചു താപസ്സിരിക്കാൻ, വേളി നീനച്ചു താപസ്സിരിക്കാൻ, ആരെ നീനച്ചു താപസ്സിരിക്കാൻ, ശിവനെ നീനച്ചു താപസ്സിരിക്കാൻ. എൻ്റെ കുട്ടിക്കതു കാലായില്ല, അച്ഛൻ്റെ മുന്നിലും ചെന്നു നിന്നു. അച്ഛാ ഞാൻ പോട്ടെ താപസ്സിരിക്കാൻ, എന്തു നീനച്ചു താപസ്സിരിക്കാൻ, വേളി നീനച്ചു താപസ്സിരിക്കാൻ, ആരെ നീനച്ചു താപസ്സിരിക്കാൻ, ശിവനെ നീനച്ചു താപസ്സിരിക്കാൻ, എൻ്റെ മകൾക്കതു ഒത്ത പോലെ. അങ്ങനെ അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ അനുഗ്രഹം മേടിച്ചിട്ടാണ് പാർവതിയുടെ ആ തുടക്കം ശിവനിലേക്ക് എത്തിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾക്കതിൽ നിന്ന് കിട്ടുന്ന ഒരു വലിയൊരു മെസ്സേജ് എന്താണെങ്കിൽ, നമ്മളും പതിവ്രതയായ ഒരു ധർമ്മപത്നിയായിട്ട്, ശരിക്കും പറയും പതീതത്തിലേക്ക് പോവാതെ നമ്മളെ സംരക്ഷിക്കുന്ന ആളാണ് പതീതൻ. അങ്ങനെ എങ്ങനെയെങ്കിലും അല്ലാതെ ജീവിതം വേണ്ട ശ്രേഷ്ഠമായി കൊണ്ടുപോകാൻ ഞാൻ തുണയുണ്ട്. അപ്പോൾ തന്നെ ധർമ്മപത്നിയായിട്ടാണ്. ധർമ്മപത്നിക്ക് നോക്കിക്കോളൂ, എല്ലാ ധർമ്മങ്ങളും 10 ധർമ്മങ്ങളും, അതായത് സ്ത്രീയുടെയും പുരുഷൻ്റെയും ധർമ്മങ്ങൾ ഒത്ത് മംഗളമായി ചെയ്യിപ്പിക്കുവാൻ വന്ന ആളാണ് ധർമ്മപത്നി. അങ്ങനെ ധർമ്മത്തോടു കൂടി ഒരു കുടുംബജീവിതം, സമൂഹ ജീവിതം, അങ്ങനെ ഒരു വിശ്വത്തിന് മുഴുവൻ സുവർണമായി തീരുന്ന ഒരു കാലത്തെക്കുറിച്ച് ഓർമ്മിക്കുന്നത് പോലുമാണ് ഈ തിരുവാതിര. ശിവനും പാർവതിയെക്കുറിച്ചാണ് പറഞ്ഞെങ്കിലും നമ്മൾ കൂടുതൽ വർണ്ണിക്കുന്നത് കൃഷ്ണനെയാണ്. കാരണം കൃഷ്ണനാണ് ഈ ഭൂമിയിൽ ആദ്യം ഒരു ഉണ്ണിയായി വന്നത്. ആ ഉണ്ണി ജനിച്ചപ്പോൾ എല്ലാവർക്കും മോക്ഷം കിട്ടി, എല്ലാ ഭക്തരും സന്തുഷ്ടരായി, ഭഗവാന്റെ ഉത്തമ കുട്ടികളായി മാറാൻ, ഭഗവാന്റെ ശ്രേഷ്ഠ കർമ്മങ്ങൾ ചെയ്യാൻ ഒരു കൈ ആയി. നമുക്ക് ഏവർക്കും ഒന്നിക്കാം. ഓം ശാന്തി.